വിവാഹിതരായാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അജയാണെങ്കിൽ നമ്മുടെ ഭൂമിജയെ വിവാഹം കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അജയ് അത് തൻ്റെ കാമുകിയോട്, അതായത് തൻ്റെ ജീവിതവും തൻ്റെ കുടുംബത്തോടും പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ആ അമ്മയുടെ മകളോട് പറയുന്നുണ്ട്. ഇതേ സമയം മകളാണെങ്കിൽ അമ്മോട് പോയി പറയുമ്പോൾ ആ ഭൂമിജയെ എന്നേക്കുമായിട്ട് അധികം വൈകാതെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. അജയ് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ ആഗ്രഹമായതുകൊണ്ട് തന്നെ വീടിൻ്റെ മരുമകളായിട്ട്, എൻ്റെ ഭാര്യയായിട്ട് മുത്തശ്ശി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭൂമിജയായതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ഞാൻ അവളെ സ്വന്തമാക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനിടയിൽ ഭൂമിജ ആ കാമുകിയുടെ മുൻപിൽ അജയുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുകയും അജയോട് സ്നേഹത്തോടെ ഒട്ടി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അത് അവളിൽ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ അച്ഛനാണെങ്കിൽ അച്യുതൻ അംബികയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനാണ് ഏത് നേരവും ഭൂമിജ അവിടേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറയുകയാണ്. നമുക്ക് ഈ വീട്ടിൽ ഈ സ്ഥലത്തു നിന്നും എത്രയും പെട്ടെന്ന് പോകണമെന്നും പറയുന്നുണ്ട്. ഇവിടെ വളർത്തച്ഛനായ അച്യുതനാണെങ്കിൽ യഥാർത്ഥ അച്ഛനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് അച്യുതനാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. അതും ഓടിപ്പോകുന്നതിനൊരു കാരണമാകുന്നുണ്ട്. അതായത് തൻ്റെ മകളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, തൻ്റെ അഭിരാമിയെ കിട്ടിക്കഴിഞ്ഞാൽ താൻ ഒരിക്കലും വളർത്തച്ഛൻ്റെ കാര്യങ്ങളോ അവരുടെ വരവോ അവരുടെ ഒരു ഇടപെടൽ പോലും എൻ്റെ മകളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാണാം. അവരുടെ ഓർമ്മകൾ വേരോടെ പിഴുതു കളയുന്നതോ എന്ന് പറയുന്നത് കാണാം. അപ്പോഴുകൂടി അച്യുതന് നല്ല ടെൻഷനാവുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ,